ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്കും അതെ, നമുക്ക് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. കരിക്കുലം വളരെ ലളിതമാണ്. അപ്പോൾ ഒരുപാട് ഇല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ വെറും തിയറി മാത്രമല്ല, പഠിക്കുന്നതിലേറെ പ്രാക്ടിക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ബോറടിക്കില്ല സ്റ്റുഡൻസ്. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കാലങ്ങളായി നമ്മൾ സ്കൂൾ സിസ്റ്റത്തിൽ കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പഠിച്ചു പോകുന്നു. ഇത് നമ്മൾ കാലങ്ങളായി കേൾക്കുന്ന ഒരു പരാതിയാണ്. ഇതിനൊരു പരിഹാരം വിദ്യാഭ്യാസ മേഖലയിൽ വന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും. അതുപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംതിങ് യുണീക്കായിട്ടുള്ള ഒരു കരിയർ സ്കോപ്പിനെ പറ്റി ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെയുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി റഷീദ് PT ആണ്. അഥവാ ഒരു ഇൻട്രോ തരികയാണെങ്കിൽ, ടാറ്റയുടെ റിന്യൂവബിൾ എനർജി എന്ന വിഷയത്തിലുള്ള ഡിഗ്രി സൗത്ത് ഇന്ത്യയിൽ തന്നെ നൽകുന്ന ഏക സ്ഥാപനത്തിൻ്റെ GM ആണ് എൻ്റെ കൂടെയുള്ളത്. പരിചയപ്പെടാം. റഷീദ് സാർ, പിന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഈ സ്ഥാപനത്തെ പറ്റി നിങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ പല സംഗതികളുണ്ട്, പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ഡിഗ്രിയെ സംബന്ധിച്ച് കേട്ടപ്പോഴാണ് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആ ഇമ്പ്രസ് ആവാനുള്ള കാരണം, സാധാരണ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ 3 years കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒരു പഠനത്തിനൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുള്ളൂ, എന്ന് മാത്രമല്ല സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സംതിങ് യുണീക്ക്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാം. നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ. അതോടൊപ്പം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ കൂടിയാണ് നമ്മൾ. ഇത് ടാറ്റ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു ന്യൂജൻ ടെക്നോളജി കോഴ്സാണ്. ഒന്ന് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ്, മറ്റൊന്ന് റിന്യൂവബിൾ എനർജി ടെക്നോളജി. ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക സ്ഥാപനം ഈ HTI ആണല്ലോ ഈ ഡിഗ്രി നൽകുന്ന. എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ മാത്രമായി എന്നുള്ളതിനൊരു മറുപടി പറയാൻ? തുടക്കത്തിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഹിറ്റ്സ് എന്നായിരുന്നു എൻ്റെ പേര്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത, നമ്മൾ തന്നെ സർട്ടിഫിക്കേഷൻ നൽകിയിരുന്നൊരു കോഴ്സായിരുന്നു. ആ സമയത്ത് ആണ് ടാറ്റയുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ടാറ്റ നമ്മുടെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യുന്നതും അവരുടെ ഇൻഡസ്ട്രി പാർട്ണറായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയും അവരുടെ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത്. നമുക്ക് 2 കോഴ്സുകളിലും 40 അഡ്മിഷനാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. കറൻ്റ്ലി 40 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ഇയർ പൂർത്തിയാക്കി ഇൻറ്റേൺഷിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ പൂർത്തിയാക്കിയാൽ തന്നെ ഇൻറ്റേൺഷിപ്പിന് പോവാം. സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാത്തൊരു സംഭവമാണല്ലോ. സാധാരണ 3 years കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ പോവാ. അതെ. അതെങ്ങനെ ഫസ്റ്റ് ഇയർ? ഈ കോഴ്സിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് ചെക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അതിൽ. ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ ഓരോ സെമസ്റ്ററിലും 22 ക്രെഡിറ്റ്സാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ 2 ക്രെഡിറ്റ്സായിട്ട് ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ, പിന്നുള്ളത് കമ്പ്യൂട്ടർ സ്കിൽ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. ഇത് ഒരു സബ്ജക്റ്റ് 30 hours പഠിക്കാനുള്ളത്. ഒരു സബ്ജക്റ്റ് 30 hours. പിന്നെ 22 ക്രെഡിറ്റ്സ് ആണ് ഒരു വർഷത്തിൽ അവർക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ 12 ക്രെഡിറ്റ്സ് സ്കിൽ ട്രെയിനിങ് ആണ്. ഈ സ്കിൽ ട്രെയിനിങ് ഓരോ സെമസ്റ്ററിലും, അതായത് ഓരോ 6 മാസത്തിലും 3 മാസത്തോളം ഇൻഡസ്ട്രിയിൽ നേരിട്ട് ഇൻഡസ്ട്രിയെ പഠിക്കുകയാണ്. ഇൻഡസ്ട്രിയിലുള്ള ടെക്നോളജി അവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 6 മാസം അവർ ഇൻഡസ്ട്രിയിലാണ്, അതായത് നേരിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ 1.5 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർവിഷൻ ലെവലിലേക്ക് എത്താവുന്ന രീതിയിൽ ഒരു എംപ്ലോയിയെ വാർത്തെടുക്കുക, എംപ്ലോയി എന്നതിൽ കവിഞ്ഞ് ഒരു ഓണ്ടർപ്രണർക്കും സാധ്യത ഉള്ള ഒരു കോഴ്സാണിത്. അതേസമയം സിലബസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ സിലബസ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക്. ജനറൽ സബ്ജക്റ്റായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ഫങ്ഷണൽ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സ്കില്ല്, സെക്കൻഡ് സെമസ്റ്ററിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഫിനാൻഷ്യൽ ലിറ്ററസി,
ബേസിക് ലീഗൽ ആൻഡ് HR തേർഡ് സെമസ്റ്ററിൽ. ഫോർത്തിൽ ഡിസൈൻ തിങ്കിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഫോർത്ത് സെമസ്റ്ററിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആൻഡ് പേഴ്സണൽ ഗ്രൂമിങ്. ലാസ്റ്റ് സെമസ്റ്ററിൽ ഓണ്ടർപ്രണർഷിപ്പ്, എംപ്ലോയി റെഡിനെസ്. ഇതാണ് കോമൺ ആയിട്ട് പഠിക്കുന്ന സബ്ജക്റ്റുകൾ. സാധാരണഗതിയിൽ ഡിഗ്രി പഠിക്കുന്ന ഒരാൾക്ക് 3 വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഡിഗ്രി കൊണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. എന്നാൽ അതേസമയം HTAക്ക് അങ്ങനെയല്ല. ഒരു വർഷം കഴിഞ്ഞാൽ തന്നെ ചില സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനെ പറ്റി വിശദീകരിക്കും. അത് NEP പോളിസി 2020 അനുസരിച്ച് നമുക്ക് ഓരോ വർഷത്തിലും മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇയർ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ ലഭിക്കും. സെക്കൻഡ് ഇയർ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ എൻഗേജ് ആയിട്ട് പിന്നീട് വന്നിട്ട് സെക്കൻഡ് ഇയറിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സെക്കൻഡ് ഇയർ പൂർത്തിയായി കഴിഞ്ഞാൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും. തേർഡ് ഇയർ ആണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യാനുസരണം എക്സിറ്റ് ചെയ്യാനും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കേരളത്തിലുള്ള സിസ്റ്റം അനുസരിച്ച് ഇത് ഫസ്റ്റ് ഇയർ കൊണ്ട് തന്നെ ഏകദേശം സോളാറിനെ പറ്റിയുള്ള അതെ റിന്യൂവബിൾ എനർജിയിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ അവർ സോളാർ ഒരു 1 kW പ്രൊജക്റ്റായിട്ട് ഫസ്റ്റ് ഇയർ തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ സോളാർ എനർജിയിലാണ് അവർ ഇന്റേൺഷിപ്പിന് പോയിട്ടുള്ളത്. വ്യത്യസ്ത കമ്പനികളിൽ സോളാറിൻ്റെ വർക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഈ പിന്നെ ഫസ്റ്റ് ഇയറിൽ പ്രൊജക്ട് പൂർത്തിയാക്കുന്ന പറഞ്ഞത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കും. അപ്പോൾ ഒരു മിനിമം 1 kW അവർ ചെയ്തിരിക്കണം എന്നാണ് കരിക്കുലത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിൽ നമുക്ക് ഒരു പ്രത്യേകത, ഇത് +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് നമുക്ക് ഈ കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ്. സാധാരണ കുട്ടികൾക്ക് +2ൻ്റെ സമയത്ത് സയൻസിൽ മാർക്ക് കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും സയൻസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് ടെക്നോളജിയിൽ താല്പര്യം ഉണ്ടാവും. അതെ സയൻസ് പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് പോലും ടെക്നോളജി ആയിട്ട് നല്ല താല്പര്യം ഉണ്ടാവും. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾക്കും അതെ നമുക്ക് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഡിഗ്രി ചെയ്യാൻ വേണ്ടി അത് വളരെ അട്രാക്റ്റീവ് സംഭവമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ സയൻസിൽ ഇവർക്ക് ഒരു ബാക്ക്വേർഡ് ആവാനുള്ള കാരണം കുറച്ചും കൂടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി വേണമല്ലോ. അതെ. അപ്പോൾ ഈ സയൻസ് ഒന്നും ഇല്ലാതെ ഹ്യൂമാനിറ്റീസ് ഒക്കെ വളരെ സിമ്പിളായിട്ട്, ഞാൻ ഹ്യൂമാനിറ്റീസിനെ താഴ്ത്തി പറയല്ല, ഒന്നും കൂടെ വേറൊരു രീതിയാണല്ലോ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചു വന്ന ആൾ പിന്നെ നേരെ ഒരു സയൻറ്റിഫിക്കൽ ടച്ചുള്ള ഇതിലേക്ക് വരുമ്പോൾ ആൾക്കിത് ടഫാവില്ലേ? വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. കരിക്കുലം വളരെ ലളിതമാണ്. അപ്പോൾ ഒരുപാട് ഇല്ല. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. ഇതൊരു പുസ്തകം, ഒരു സെമസ്റ്ററിൻ്റെ ഒരു പുസ്തകമാണിത്. ഇതിൽ 30 മണിക്കൂർ പഠിക്കാനുള്ള സിലബസാണ്. അപ്പോൾ ഇലക്ട്രോണിക് മാനുഫാക്ചറുമായിട്ട് നമ്മളെ കോർ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് അവരെ പഠിപ്പിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വെറും തിയറി മാത്രമല്ല, പഠിക്കുന്നതിലേറെ പ്രാക്ടിക്കലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ ബോറടിക്കില്ല സ്റ്റുഡൻസ്. ഇല്ല ഒരിക്കലും ഇല്ല. പിന്നെ പേപ്പർ ബാക്ക് അതിനും സാധ്യത വളരെ കുറവാണ്. കാരണം എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? അത് നമ്മളുടെ നിലവിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് സെമസ്റ്റർ പാസ്സായിട്ടുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വന്നു. ഇപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് വരും. എല്ലാവരും പാസ്, 100% പാസ്. പിന്നെ വേറൊന്ന്, നമുക്ക് ITI കഴിഞ്ഞവർക്ക് ഡിഗ്രി ചെയ്യാൻ കറണ്ടിൽ ഒരു ഓപ്ഷൻ ഇല്ല. ITI +2 തത്തുല്യമായിട്ട് ആരും അംഗീകരിക്കുന്നില്ല. അതേസമയം ടാറ്റ ITI ഒരു ബേസിക് ഒരു +2 തത്തുല്യമായിട്ട് അംഗീകരിച്ച് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ SSLC കഴിഞ്ഞ് ITI കഴിഞ്ഞവർക്ക് നമ്മളുടെ മറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അവർക്ക് റിന്യൂവബിൾ എനർജിയിൽ എടുക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ കഴിയണം. റിന്യൂവബിൾ എനർജിയിൽ ഡിഗ്രി ചെയ്യണമെങ്കിൽ ITI ഇലക്ട്രിക്കൽ വേണം. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിൽ ഏതും ചെയ്യാൻ വേണ്ടി